അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്വലാഖ് ചൊല്ലിയ ഭാര്യക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ വല്ലാത്ത മോഹം. ഭർത്താവിനും അങ്ങനെ തന്നെയാണ് ഭാര്യയോട് കൂടി കാരണം പരസ്പരം വല്ലാത്ത സ്നേഹമാണ്. പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിൽ അങ്ങ് ത്വലാഖ് ചൊല്ലി അത് പിന്നെ വല്ലാത്ത സങ്കടത്തിലായി. ഇനിയിപ്പോൾ അവർക്ക് ഒന്നിച്ച് ജീവിക്കണം സന്തോഷത്തോടു കൂടി. അപ്പോൾ ഈ ഒരു കാര്യം ആ പെൺകുട്ടി ഒരു ദീനിയായ പെൺകുട്ടി ആയതുകൊണ്ട് ഈ ഒരു വാക്ക് നേരിട്ടിട്ടാണ് കേട്ടത്. ചെറിയ പിണക്കത്തിൻ്റെ ഇടയിലാണ് ഈ ത്വലാഖ് പറഞ്ഞു പോയത്. അപ്പോൾ ഇത് നേരിട്ട് കേട്ടതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമാണ്. കാരണം ഇത് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. കാരണം അങ്ങനെയാണ്, ഈമാനുള്ളവർക്ക് ചെറിയ തെറ്റുകൾ പോലും അവർക്ക് വലിയ പർവ്വതം പോലെയായിരിക്കും. അതവർക്ക് താങ്ങാനോ സഹിക്കാനോ ഒന്നും പറ്റൂല. ഇത് പിന്നെ ഭർത്താവിനോടുള്ള ജീവിതം, ഭർത്താവ് വേണം, അവൾക്ക് ഭാര്യ വേണം, പരസ്പരം ജീവിതം മുന്നോട്ടും കൊണ്ടുപോകണം. എന്നാൽ ഈ ഒരു പ്രശ്നം അത് മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന പ്രശ്നമായി. അങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി അത് വലിയ പ്രശ്നമായി. മഹല്ല് കമ്മിറ്റിക്കാർ കാര്യം അറിയുന്നു. പിന്നെ മഹല്ല് കമ്മിറ്റിക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ ഭർത്താവായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ 3 പറഞ്ഞിട്ടില്ല 2 പറഞ്ഞിട്ടുള്ളൂ എന്ന രീതിയിലെത്തി. 2 പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടവൾ കിട്ടണം. അപ്പോൾ ഈ കാര്യവുമായി പെൺകുട്ടിയോട് സംസാരിക്കാൻ മഹല്ല് കമ്മിറ്റിക്കാർ പോയി സംസാരിച്ചപ്പോൾ മഹല്ല് കമ്മിറ്റിക്കാരോട് പെണ്ണ് പറഞ്ഞത് സത്യസന്ധമായ അയാൾ 3 പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്, ഇനി ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും നമ്മളെ ഹലാലാക്കി തരണം, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റവാളികളാകരുത്, എന്തെങ്കിലും രക്ഷ വഴി പറഞ്ഞു തരണം. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയാണ്, ഇനി നീ വേറെ വിവാഹം കഴിക്കണം, അതിലൂടെ ബന്ധം നടക്കണം, സെക്സ് നടന്ന് പിന്നെ രണ്ടാമത് ഇവനിക്ക് അവൻ്റെ യുദ്ധ കഴിഞ്ഞതിന് ശേഷമേ ഇവനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് വല്ലാത്ത തോന്നിവാസം പോലെ തോന്നി. അവൾക്ക് പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യം, വേറെ എന്തെങ്കിലും പരിഹാരം തരും, ഈ ഒരു തോന്നിവാസത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. വേറെ ഒരാൾ പോയി ഒരു രാത്രി ഇങ്ങനെ അവരുമായി കഴിഞ്ഞു. പിന്നെ രണ്ടാമതൊരു ഇതൊന്നും എനിക്ക് ഈ തോന്നിവാസത്തിനൊന്നും ഞാൻ കിട്ടൂല. അവൾക്കത് തോന്നിവാസമായി തോന്നി. ഭർത്താവാണെങ്കിലോ അതിന് ഒട്ടും താല്പര്യമില്ല. കാരണം വേറെ ഒരാൾക്കൽ തൻ്റെ ഭാര്യയെ ഒരു ദിവസം പോയിട്ട് ഒന്നിങ്ങനെ നോക്കുക പോലും ചില ഭർത്താക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. കാരണം അത്രത്തോളം അത് സഹിക്കാനോ താങ്ങാനോ പറ്റാത്തൊരു കാര്യമാണ്. അതല്ലാത്ത വേറൊരു പരിഹാരം പറഞ്ഞ് തന്ന് നമുക്കിത് നിങ്ങൾ ഹലാലാക്കി തരണം എന്ന രീതിയിലേക്ക് ഇവളെത്തി. ഇവൻ പിന്നെ പറയാൻ തുടങ്ങിയില്ല ഞാൻ 2 പറഞ്ഞിട്ടുള്ളൂ 3 പറഞ്ഞിട്ടില്ല എന്ന്. അവൾ പറയുന്നില്ല, അവൻ സത്യസന്ധമായി 3 പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഹലാലാവുക വേണം, നമ്മുടെ ജീവിതം മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ഏതെങ്കിലും രീതിയിൽ സഹകരിക്കണം. അവർ പറഞ്ഞു വഴിയില്ല, ഇതല്ലാത്ത വേറൊരു വഴി സ്വീകരിക്കാൻ പറ്റൂല. അവൾക്ക് വല്ലാത്ത വിഷമായി. കാരണം ദീനിൽ ഇത്രയും കഠിനമായൊരു നിയമം എന്തിനാണ് അള്ളാഹു ഉണ്ടാക്കിയത്? എനിക്കവൻ വേണം, പക്ഷേ ഇതൊരു നിയമമുണ്ടല്ലോ, ഇതാവട്ടെ എന്നെ കൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല, വേറൊരു വഴിയില്ല എന്നും പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നോ വല്ലാത്ത സങ്കടത്തിലാണ് ഈ പെൺകുട്ടി. അവസാനം ഇത് ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഖാദിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഖാദിയാർ പറഞ്ഞത് അവിടെ 2 തന്നെ എഴുതിയിട്ടുള്ളൂ, അത് 2 തന്നെയാണ് ശരി, പിന്നെ 3ാമത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ആരാണ് സാക്ഷി എന്ന രീതിയിലൊക്കെ അത് ഒരു പ്രശ്നമില്ല, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെ എത്തി. എന്നാലും ഇവൾക്ക് വല്ലാത്ത പേടിയാണ്. പക്ഷേ ഇത് അള്ളാഹു പൊരുത്തപ്പെടുമോ, ഇത് 3 നടന്നിട്ടുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ എത്തി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇവരുടെ ജീവിതം പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലേക്ക് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സമയത്ത് ഈ പെൺകുട്ടിയെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഇതാണ്, ഇതെന്ത് നിയമമാണ്, ഇതൊക്കെ വല്ലാത്ത കഠിനമായി പോയല്ലേ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തെന്ന് പറയുന്നത്, ഇവൾക്ക് കുട്ടിയായിട്ടില്ല, 2-3 വർഷം കുട്ടിയാവാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഇവളുടെ കുടുംബത്തിൽ പലർക്കും കുട്ടിയില്ല. അപ്പോൾ ഈ കുട്ടിയില്ലാത്തതിൻ്റെ കാരണം ഇവൾ തന്നെയാണ് എന്ന് ആ കുടുംബക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാരണത്തിലൊരു ചെറിയ ഒരു മനസ്സ് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഡോക്ടറുമായി പരിശോധനയ്ക്ക് നടത്തിയപ്പോൾ കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിൽ കുഴപ്പം ഇവളുടെ ഭാഗത്തല്ല ഇവൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലായി. പിന്നെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് കുട്ടി ഉണ്ടാകുന്ന ഡോക്ടർക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോഴേക്ക്
ഇവനിക്കിത് പിന്നെ ഏതായാലും ഇനിയിപ്പോൾ ഈ കാര്യം ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവൾ ഇനി വേറൊരു വിവാഹം കഴിച്ചിട്ടേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ഇവൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാക്കി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ പലരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് പിന്നെ ഇവൻ വേറെ വിവാഹം കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ വെറുതെ ലൈഫ് ഇങ്ങനെ വെറുതെ പോകല്ലാതെ ഒരു കാര്യമില്ല. അവൻ വേറെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതും പ്രശ്നമായില്ല ഇവൾക്ക്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് കുട്ടിയായി എന്നുള്ള ഒരു വാർത്ത ഇവൾ കേട്ടപ്പോൾ ഇവൾ സങ്കടപ്പെട്ടു, വല്ലാത്ത സങ്കടമായി. ഇവൾക്കിത് താങ്ങാനും സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പെൺകുട്ടി എത്തി. ഇവിടെ ഇവൾക്ക് ഇതൊരു തോന്നിവാസമായി തോന്നാനുള്ള കാരണം കമ്മിറ്റിക്കാർ അവതരിപ്പിച്ചത് ആ ശൈലിയിലാണ്. കാരണം ഇന്നെനിക്ക് വേറെ വിവാഹം കഴിക്കണം, അവിടെ ബന്ധപ്പെടണം, ആ ബന്ധപ്പെട്ടതിൽ പിന്നെ രണ്ടാമത് അവൻ്റെ യുദ്ധം കഴിഞ്ഞ് രണ്ടാമത് ഇത് വിവാഹം കഴിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു നിയമം ഇത് കഠിനമല്ലേ എന്ന് പലർക്കും തോന്നും. യഥാർത്ഥത്തിലെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിവാഹം, ബന്ധം, ഈ ത്വലാഖ് എന്നുള്ളത് പിന്നെ ഇവളുടെ കഥയിലേക്ക് വരും. ഇതൊന്നും കുറച്ചൊരല്പം വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ വിവാഹം എന്നുള്ളത് കളിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധത്തിൻ്റെ ഇങ്ങനെ ഒരു നിയമം. ഇതിൻ്റെ ലക്ഷ്യം അതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ഇപ്പോൾ പെട്ടെന്ന് കോപം വരുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ത്വലാഖ് ചെല്ലാതിരിക്കാൻ വേണ്ടി കടുത്ത ഒരു മുന്നറിയിപ്പാണ് ഈ ത്വലാഖ് എന്നുള്ളത്. പിന്നെ പുരുഷൻ്റെ ഉത്തരവാദിത്വത്തെ പുരുഷനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് സ്ത്രീയെ ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഈ ത്വലാഖ് എന്ന് പറയുന്നത്. ത്വലാഖിനെ ലഘുവായി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഠിനമായ നിയമം. ഇതൊക്കെ കൃത്യമായി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ തീർച്ചയായും ഇതിൻ്റെ കുറിച്ചുള്ളൊരു ഭയം ഉണ്ടാകും. ഇനി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നാൽ പിന്നെ എന്താ വഴിയുള്ളത്? വഴി ഒന്നേ ഉള്ളൂ. വഴി എന്ന് പറയുന്നത് അവൾക്ക് രണ്ടാമത് എന്താക്കുക, അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ, കാരണം അള്ളാഹുവിൻ്റെ നിയമത്തെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ നിയമമാണ്, വലിയ ഈമാനാണ്. അതേപോലെ അവളുടെ ഈ ക്ഷമയും അതുപോലെ സഹനയും തീർച്ചയായും ഇതിന് വലിയ പ്രതിഫലം അള്ളാഹു തീർച്ചയായും നൽകും. പിന്നെ രണ്ടാമതൊരു വഴി, ഭാവിയിൽ നല്ലൊരു ഭർത്താവ്. ഇപ്പോൾ ഇവിടെ താൽക്കാലികമായൊരു നിക്കാഹ്, താൽക്കാലികമായൊരു ബന്ധപ്പെടൽ, പിന്നെ രണ്ടാമത് രണ്ടാമത് ഇങ്ങനെ ഒരു കളിയാക്കൽ, ഇങ്ങനെ ഒരു നാടകീയമായൊരു വിവാഹം ഒരിക്കലും അനുവദനീയമല്ല ഇസ്ലാമിൽ. അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായൊരു നിക്കാഹ് നടക്കണം. അവരുടെ ജീവിതം സന്തോഷത്തിൽ കഴിയുന്നു, എന്തോ ഒരു പ്രശ്നങ്ങൾ വന്ന് സ്വാഭാവികമായി തലാക്ക്. തിരികെ എടുക്കാൻ വേണ്ടിയുള്ള നിക്കാഹല്ല, അങ്ങനെ പാടില്ല, അത് ഹറാമാണ്. തിരികെ എടുക്കാൻ വേണ്ടിയുള്ള നിക്കാഹോ തിരികെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു രാത്രിക്ക് വേണ്ടിയുള്ള നിക്കാഹോ ഇസ്ലാമിലില്ല. അങ്ങനെ ആകുമ്പോഴാണ് ഇത് തോന്നിവാസമായിട്ട് പലർക്കും തോന്നുന്നത്. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു തോന്നിവാസമായി തോന്നാതിരിക്കില്ല. അങ്ങനെയല്ല, സ്വാഭാവികമായി അവൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇതിൽ ഞാൻ ക്ഷമിച്ചും സഹിച്ചു നിന്നാൽ എനിക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകും. മാത്രമല്ല അള്ളാഹുവിന് വേണ്ടി ഈ ഒരു ഹറാമിയത്തല്ലേ, ഇവിടെ ഹറാമിയത്ത്, ഇവിടെ ത്വലാഖ് നടന്നല്ലോ, ഈ ഒരു ഹറാമിയത്ത് ഞാൻ പിന്തിരിഞ്ഞാൽ തീർച്ചയായും ഭാവിയിൽ അള്ളാഹു നല്ലൊരു ജീവിതം അവൾക്ക് തരും, ഉറപ്പാണ്. അള്ളാഹു അല്ലയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിൽ തവക്കുലായി ജീവിക്കുന്നവർക്ക് അതൊന്നും പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് അവനെ ഒഴിവാക്കുന്നത്. അത്രയും ഇഷ്ടപ്പെട്ട ആളെ അങ്ങനെ ആയിരിക്കണമല്ലോ നമ്മുടെ ജീവിതം. അള്ളാഹുവിന് വേണ്ടി നാം എന്തും ചെയ്യണം. അതാണല്ലോ പരിശുദ്ധമായി ദീൻ പഠിപ്പിക്കുന്നത്. നോക്ക്, സ്വന്തം ഒരുപാട് വർഷങ്ങളായി പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകനാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എനിക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി, അത് ഗുലാമുൻ ഹലീം, നല്ല ഒതുക്കമുള്ള ഹലീമായ കുട്ടിയെ അള്ളാഹു കൊടുത്തത്. അത്രക്കും നല്ല കുട്ടിയെ കിട്ടിയിട്ട് അള്ളാഹു പറയുന്നത് എനിക്ക് വേണ്ടി ബലിയർക്കണമെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നല്ലോ തൻ്റെ മകന്. ഇതിങ്ങനെ അറക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ സാധിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി നല്ല മൂർച്ചയുള്ള കത്തിയെടുത്തത്. കാരണം മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് എൻ്റെ മകൻ അറക്കുമ്പോൾ അവന് പെടച്ചിട്ട് വാപ്പാന്നൊരു വിളി കേട്ടാൽ ഞാൻ ആ കത്തി ഉയർത്തി കഴിഞ്ഞാലോ? അള്ളാഹിനേക്കാൾ പ്രാധാന്യം മകന് കൊടുത്തതുപോലെയാകും. അതുകൊണ്ട് ഒറ്റ മുറിയിൽ തന്നെ ഇത് പെട്ടെന്ന് അറവോടെ സംഭവിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിച്ചു.
അതാണ് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ആടിനെ നൽകുകയും ചെയ്തു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തൻ്റെ ഭാര്യയെ ഒറ്റക്ക് നിർജ്ജന പ്രദേശമായ ആ പരിശുദ്ധമായ മക്കയിൽ വിട്ടുവിടാൻ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സഫ മറുവക്കടയിൽ ഓടിയ സംഭവങ്ങളെല്ലാം ഞാൻ പിന്നെ സുബഹി നമസ്കാരത്തിന് കൈകെട്ടി പറയുന്നതാണ് വജ്ജഹുത്ത് വജ്ജി അലില്ലദീ ഫത്തറസ്സമാവാത്ത്. ഇത് അള്ളാഹുവിനോടും മുസ്ലിമീങ്ങളോട് സംസാരിക്കുന്ന വിഷയമാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി പിന്നെ ഭർത്താവിനെ ഒഴിവാക്കാനും അതുപോലെ മക്കളെയും കുടുംബത്തെ എന്തിനും ത്യാഗം ചെയ്യണം. അപ്പോഴാണ് നാം യഥാർത്ഥ ഒരു മുസ്ലിമാകുന്നത്. ഈ ഒരു ബന്ധം പിന്നെ സ്വാഭാവികമായി അള്ളാഹു ഒരു ബന്ധം തന്നാൽ ആ ബന്ധം സന്തോഷത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം. പിന്നെ അത് മരണം വരെ നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇനി അതിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അതല്ലാതെ ഇവൻ തിരികെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. അതും പാടില്ല ഇസ്ലാമിൽ. അതല്ല, സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചു, രണ്ടാമത് ഇവൾക്ക് വിവാഹം കഴിക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഖാദി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഖാദി ആ രേഖയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയം ഖാദിയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന മതവിധികൾ തീർച്ചയായും അത് സ്വീകരിക്കുക. അവർ പറഞ്ഞല്ലോ രണ്ടാണ്, സാക്ഷിയില്ല. പിന്നെ അവരുടെ ജീവിതം അങ്ങനെ തന്നെ പോയി. പിന്നെ അവൻ രണ്ടാമത് ഇവളെ വിവാഹം കഴിച്ചു, രണ്ടാമത് ഇവളെ മടക്കിയെടുത്തു. പിന്നെ അവർ സന്തോഷത്തിൽ രണ്ട് ഭാര്യവുമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോയി. പിന്നെ ഖാദീൻ്റെ അടുക്കൽ ഈ പ്രശ്നങ്ങളൊക്കെ പോയി. പിന്നെ ഈ ഒരു വിഷയം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നിയമം ഇത് കഠിനമായി ഒരിക്കലും തോന്നാൻ പാടില്ല. ഇത് നമ്മുടെ വിവാഹത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീർമാനിച്ചൊരു നിയമമാണ് ത്വലാഖ് എന്നുള്ളത്. ഇല്ലെങ്കിൽ ജനങ്ങൾ നിസ്സാരമായി കാണും ഇത്തരത്തിലുള്ള ഒരു നിബന്ധന വെച്ചാൽ. കാരണം രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടാമതവൾ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ, രണ്ടാമതവൾ തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. രണ്ടാമത് വിവാഹം കഴിക്കുന്നവന് തിരികെ എടുക്കാൻ വേണ്ടിയുള്ള നിക്കാഹും പാടില്ല. രണ്ടാമതുള്ള വിവാഹം കഴിക്കേണ്ടത് എന്തിനാണ്? നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് കഴിക്കേണ്ടത്. തിരികെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു നിക്കാഹ് ആകുമ്പോഴാണ് ഇതൊരു തോന്നിവാസമായിട്ടൊക്കെ ആളുകൾക്ക് തോന്നുന്നത്. അങ്ങനെ അവസാനമുള്ള ജീവിതം വളരെ സന്തോഷത്തിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ത്വലാഖ് എന്നുള്ളത് വളരെ നിസ്സാരമായി കാണാൻ പാടില്ല. തോന്നുമ്പോൾ ചൊല്ലുന്നത് പറയാൻ നിസ്സാരമാണ്, അത് ഗൗരവമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരിക്കലും കിട്ടുന്നൊരു പ്രതീക്ഷയും ഇല്ല. കാരണം അവൾ സ്വാഭാവികമായി വിവാഹം കഴിഞ്ഞ് രണ്ടാമതവൾ തിരികെ വരണമെന്നുള്ള രീതിയിൽ വിവാഹം കഴിക്കാനും പാടില്ല. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.